ആദ്യ സിനിമ പ്രതിച്ഛായ സിനിമേന്റെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആണ്. 8 ദിവസം കൊണ്ട് കേരളത്തിലെ സിനിമയ്ക്ക് 4,14,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി കർണാടകയിൽ നോക്കുകയാണെങ്കിൽ 32 ലക്ഷമാണ്, തമിഴ്നാടാണെങ്കിൽ 15 ലക്ഷമാണ്, തെലുങ്കിൽ സിനിമയ്ക്ക് 4 ലക്ഷം, പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓൾമോസ്റ്റ് 12 ലക്ഷം കാണുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഡൊമസ്റ്റിക് 4,77,00,000. ഇനി നമ്മുടെ ഓവർസീസ് ആണ് UAE, GCC, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ വെളിയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 2,90,00,000. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 7,67,00,000. അങ്ങനെ ടോട്ടൽ 8 ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരളത്തിലെ ഷെയർ മാത്രം 1,98,00,000. വേൾഡ് വൈഡ് ഷെയർ 3,58,00,000. എന്തായാലും നിവിൻ പോളിയുടെ പ്രതിച്ഛായ സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിരങ്ങൾ ബുക്ക് ചെയ്യപ്പെടുത്തുക. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ യൂത്ത് എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെയാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറൻ മോഡ് കെന്നൊക്കെ അഭിനയിച്ച തമിഴ് സിനിമയാണ്. സിനിമ തമിഴ്നാട്ടിലെ വലിയൊരു വിജയം തന്നെയാണ്. ഈ വർഷത്തെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ 15 ദിവസം കൊണ്ട് 3-ാം സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് സിനിമ. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 43,18,00,000, കർണാടകയിൽ നിന്ന് സിനിമയ്ക്ക് 3,50,00,000, കേരളത്തിലെ സിനിമയ്ക്ക് 1,18,00,000, തെലുങ്കിലെ സിനിമയ്ക്ക് 3,86,00,000, പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓൾമോസ്റ്റ് 26,00,000. അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് 51,98,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പിന്നെ സിനിമയുടെ ഓവർസീസ് ഇന്ത്യന്റെ വെളിയിലെ കളക്ഷൻ 10,65,00,000. വേൾഡ് വൈഡ് സിനിമ അങ്ങനെ 15 ദിവസം കൊണ്ട് 62,63,00,000. 7 കോടി ബഡ്ജറ്റിൽ വന്ന തമിഴ് സിനിമയാണ് യൂത്ത് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും തമിഴ്നാട് ഷെയർ മാത്രം ഇപ്പൊ തന്നെ സിനിമയ്ക്ക് 19 കോടിന് മുകളിലാണ്. വേൾഡ് വൈഡ് ആണെങ്കിൽ ഷെയർ ഓൾമോസ്റ്റ് 27 കോടിന് മുകളിൽ. ഇപ്പൊ തന്നെ സിനിമ നല്ലൊരു വിജയത്തിലോട്ട് പോവുകയാണ്. അടുത്ത സിനിമയാണ് ദുരന്തർ എന്ന സിനിമയുടെ 2ാം ഭാഗം. രൺവീർ സിംഗിന്റെ ഒരു വമ്പൻ സിനിമ തന്നെയാണ് ദുരന്തർ ദ റിവെഞ്ച് എന്ന് പറഞ്ഞ സിനിമ. 15 ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരളത്തിൽ ടോട്ടൽ കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. 14-ാം ദിവസം കൊണ്ട് സിനിമയ്ക്ക് ടോട്ടൽ കേരളത്തിൽ നിന്ന് മാത്രം 16,80,00,000. 15-ാം ദിവസം വ്യാഴാഴ്ചയാണ് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 32 ലക്ഷമാണ് കളക്ഷൻ. അങ്ങനെ ടോട്ടൽ 15 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 17,12,00,000. കേരളത്തിലെ ഗ്രോസ് കളക്ഷൻ നിലവിൽ 17,12,00,000. നെറ്റ് കളക്ഷൻ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 14,18,00,000. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ മാത്രം ഇപ്പൊ തന്നെ സിനിമയ്ക്ക് 7,49,00,000 കാണുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിനിമ വലിയൊരു കളക്ഷനിലോട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത് നിലവില്. ഇനി വേൾഡ് വൈഡ് കളക്ഷൻ 15 ദിവസം കൊണ്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 1,500 കോടിനടുത്താണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഓവർസീസ് മാത്രം 367 കോടിന് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലോട്ട് തന്നെയാണ് നമ്മുടെ ദുരന്തർ സിനിമയുടെ 2ാം ഭാഗം. വാഴ 2 എന്ന സിനിമയുടെ കളക്ഷനാണ് നമ്മുടെ വാഴ 2 എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ ഫൈനൽ പ്രീസെയിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് 1,00,000 കാണാൻ സാധിക്കുന്നത്. ഇതിൽ തമിഴ്നാട് ഡൊമസ്റ്റിക് ആയിട്ട് ഫൈനൽ സിനിമയ്ക്ക് 2,50,00,000, ഓവർസീസ് കർണാടക പ്രീസെയിൽ ഓൾമോസ്റ്റ് ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് ഫൈനൽ പ്രീസെയിൽ സിനിമയ്ക്ക് അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ ഓവർസീസ് പ്രീസെയിൽ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഗംഭീരമായ എക്സലന്റ് ആയിട്ട് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറഞ്ഞൊരു ബഡ്ജറ്റാണ്. സ്റ്റാർ കാസ്റ്റ് നോക്കുകയാണെങ്കിലും മറ്റ് സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാഴ 2 അങ്ങനെ സിനിമയ്ക്ക് ഓപ്പണിംഗ് വേൾഡ് വൈഡ് ഫൈനൽ പ്രീസെയിൽ എന്തായാലും കൂടി 65 കേരളത്തിൽ മാത്രം 5,20,00,000 കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തെ തന്നെ ഓപ്പണിംഗ് നല്ലൊരു ഓപ്പണിംഗ് ആണെങ്കിൽ ആടിന്റെ തൊട്ട് പിന്നാലെയാണ് വാഴ 2 സിനിമയുടെ ആദ്യ ദിവസം കേരളത്തിൽ മാത്രം ഓൾമോസ്റ്റ് 5,20,00,000 കളക്ഷൻ. ആട് 3 എന്ന സിനിമ ഓപ്പണിംഗ് ആയിട്ട് 5,90,00,000 കരസ്ഥമാക്കി. 3,00,000 വാഴ 2 ആണ് 5,20,00,000. എന്തായാലും ഗംഭീരമായ സ്റ്റാർട്ട് തന്നെയാണ് വാഴ 2 5,70,00,000. ഈ വർഷത്തെ തന്നെ ടോപ്പ് ഓപ്പണിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആടുന്ന സിനിമ എന്തായാലും മിഡിൽ ഈസ്റ്റിൽ വാഴ നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ട്. 3,20,00,000 മിഡിൽ ഈസ്റ്റ് കളക്ഷൻ. എന്തായാലും പടം ആദ്യ ദിവസം വേൾഡ് വൈഡ് ഓൾമോസ്റ്റ് 10,05,00,000 ഒഫീഷ്യൽ. എന്തായാലും നമ്മുടെ വാഴ 2 എന്ന സിനിമയിൽ ഫസ്റ്റ് വേൾഡ് വൈഡ് കളക്ഷൻ അപ്രോക്സിമേറ്റ് എന്തായാലും 10,05,00,000 കാണാൻ സാധിക്കുന്ന ഒഫീഷ്യൽ പോസ്റ്റർ സിനിമയും കൂടിയാണ് വാഴ. എന്തായാലും കാത്തിരിക്കുന്ന ശേഷം നമുക്ക് വാഴ കണ്ടവർ എന്തായാലും മറക്കാതെ അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ ജയസൂര്യ നായകനായിട്ട് പുറത്തിറങ്ങിയ ആട് 3 സിനിമയുടെ 15 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് തന്നെയാണ്. ആട് 3 ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം ഇപ്പോൾ ഓൾമോസ്റ്റ് 15 ദിവസം കൊണ്ട് 48,43,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് 15-ാം ദിവസം കേരളത്തിൽ സിനിമയ്ക്ക് 91,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത് വാഴ 2 സിനിമ വന്നിട്ട് പോലും. എന്തായാലും സിനിമയുടെ കർണാടക കളക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3 കോടിന് മുകളിലുണ്ട്. തമിഴ്നാടാണെങ്കിൽ 1 കോടി കംപ്ലീറ്റ് ആയിട്ട്. തെലുങ്ക് ആണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 30,00,000 മുകളിലാണ്. പിന്നെ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 50 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട്. ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 60 കോടിന് മുകളിൽ കാണുന്നുണ്ട് ഓവർസീസ് കളക്ഷൻ ആയിട്ട്. എന്തായാലും വേൾഡ് വൈഡ് സിനിമയ്ക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 110 കോടിന് മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കേരള ഷെയർ ആണെങ്കിൽ പോലും ഇപ്പോൾ ഓൾമോസ്റ്റ് 20 കോടിന് മുകളിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേൾഡ് വൈഡ് ഷെയർ ആണെങ്കിൽ 50 കോടിന് മുകളിലും.
എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.